അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം, നസ്വിലു ബിൽ മുനാസിബി. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തേത് നോക്കാം, മഫ്ഊലുൻ മുത്തലഖ് ലി തൗക്കീദിൽ ഫിഅലി. മഫ്ഊലുൻ മുത്തലഖുൻ ലി തൗക്കീദിൽ ഫിഅലി. അപ്പം ആ ഒരു വാക്കിനോട് യോജിച്ചത് ഏതോ ഒന്ന് ബ്രാക്കറ്റിലുണ്ട്, അതാണ് എടുത്തെഴുതാൻ പറയുന്നത്. ആദ്യം നമുക്ക് ആ ബ്രാക്കറ്റിലുള്ളതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ലറബൽ വാലിദു, പിതാവ് അടിച്ചു. വലദഹു, തൻ്റെ മകനെ. തഅദീബൻ, അദബ് മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി. സുംതു, ഞാൻ നോമ്പ് നോറ്റു. ഷഹ്റൻ കാമില, ഒരു മാസം പൂർണ്ണമായി. മഷൈതു ഖൽഫ അഖി, മഷൈതു ഞാൻ നടന്നു. ഖൽഫ അഖി, എൻ്റെ സഹോദരൻ്റെ പിന്നിൽ. ലറബ്തുഹു, ഞാൻ അടിച്ചു. ലറബ്തുഹു എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ അടിച്ചു. ലർബൻ, ഒരടി. ലാ തഖഉദ്, നീ ഇരിക്കരുത്. ഖുഊദൽ കൽബി, നായയുടെ ഇരുത്തം. യുസ്റഉ, കൃഷി ചെയ്യപ്പെട്ടു. അൽ അറുസ, അറുസു. യുർസഉ അറുസു, നെല്ല് കൃഷി ചെയ്യപ്പെട്ടു. അപ്പോൾ ഓരോന്നിൻ്റെ ഉദാഹരണം നമുക്ക് നോക്കാം. മഫൂലു മുത്തലഖുലി തൗക്കീദിൽ ഫിഅലി, അത് ലറബ്തുഹു ലർബൻ എന്നുള്ളതാണ്. ഞാൻ അവനെ ഒരു അടി അടിച്ചു എന്നുള്ളതാണ് അവിടെ മഫൂലു മുത്തലഖിലെ ലി തൗക്കീദിൽ ഫിഅലായിട്ട് വരുന്നത്. രണ്ടാമത്തത് നായിബുൽ ഫായിലാണ്. നായിബുൽ ഫായിൽ വരുന്നത് യുസ്റഉൽ അർസു എന്നുള്ളതാണ്. അപ്പം അതവിടെ എടുത്തെഴുതി കൊടുക്കുക. നെല്ല് കൃഷി ചെയ്യപ്പെട്ടു. ആര് ചെയ്തു എന്നോ ഒന്നും അവിടെ ഫായിലിനെ പറയപ്പെടുന്നില്ല. അപ്പോൾ അവിടെ നായിബ് ഫായിൽ യുസ്റഉൽ അർസു എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തത് മഫ്ഊലുൻ ലഹു ആണ്. ലറബൽ വാലിദു വലദഹു തഅദീബൻ, അതാണ് മഫ്ഊലുൻ ലഹു. നാലാമത്തത് ലർഫുൽ മക്കാൻ. മഷൈതു, ഞാൻ നടന്നു. ഖൽഫ അഖി, സഹോദരൻ്റെ പിന്നിൽ. അപ്പോൾ അതവിടെ ലർഫ് മക്കാനാണ് വരുന്നത്. അഞ്ചാമത്തത് മഫ്ഊൽ മുത്തലഖ് ലി ബയാനി നൗഉൽ ഫിഅൽ. അപ്പോൾ ബയാനി നൗഉൽ ഫിഅൽ ഏതാണ്? ലാ തഖഉദ് ഖുഊദൽ കൽബി, കാരണം അവിടെ ഒരു പ്രവൃത്തിയുടെ ഇനത്തെയാണ് എന്താക്കുന്നത്? വ്യക്തമാക്കുന്നത്, വിശദീകരിക്കുന്നത്. ലി ബയാനി നൗഉൽ ഫിഅൽ എന്ന് പറഞ്ഞാൽ ഫിഅലിൻ്റെ ഇനത്തെ വിശദീകരിക്കുന്നതിന് വേണ്ടി ഉള്ള മഫ്ഊൽ മുത്തലഖ്. അതേതാണ്? ലാ തഖഉദ്, നീ ഇരിക്കരുത്. അപ്പോൾ എങ്ങനെയുള്ള ഇരുത്തം? ആ ഇരുത്തത്തിൻ്റെ ഒരു ഇനമാണ് അവിടെ പറയുന്നത്. ഖുഊദൽ കൽബി, കൽബിൻ്റെ അഥവാ നായയുടെ ഇരുത്തം. ഇനി ആറാമത്തത് ലർഫു സമാനാണ്. സുംതു, ഞാൻ നോമ്പ് നോറ്റു. ഷഹ്റൻ കാമില, ഒരു മാസം പൂർണ്ണമായി. ഇനി രണ്ടാമത്തെ ഭാഗം നുതമ്മിമു, പൂർത്തിയാക്കിയിട്ട് എഴുതാനാണ്. 4ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താക്കണം? പൂർത്തിയാക്കിയിട്ട് എഴുതുക. ഒന്നാമത്തെ അൽ മഫ്ഊലു യത്ബഉ മഅ്തൂഫു അലൈഹി, നമ്മൾ പഠിച്ചിട്ടുണ്ട്. മഅ്തൂഫ് യത്ബഉ, പിന്തുടരും. മഅ്തൂഫുൻ അലൈഹി, എന്തിൻ്റെ കാര്യത്തിൽ? ഫിൽ ഇഗ്റാബി, ഇഗ്റാബിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അവിടെ ഫിൽ ഇഗ്റാബി എന്നുള്ളതാണ് എടുത്തെഴുതാനുള്ളത്. രണ്ടാമത്തത് അൽ മഫ്ഊലു ലഹു. മഫ്ഊലു ലഹു മസ്ദറുൻ യുബയ്യിനു സബബു വുഖൂഇൽ ഫിഅലി ലദി. അപ്പോൾ മഫ്ഊലു ലഹു എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അവിടെ കൊടുത്തത്. പക്ഷെ അത് പൂർണ്ണമല്ല, അത് പൂർത്തിയാക്കി എഴുതാം. മഫ്ഊലു ലഹു മസ്ദറുൻ, മസ്ദറാണ്. യുബയ്യിനു, വിശദീകരിക്കുന്നു. സബബു വുഖൂഇൽ ഫിഅലി, ഫിഅൽ സംഭവിച്ച കാരണത്തെ. അപ്പോൾ യുബയ്യിനു സബബു വുഖൂഇൽ ഫിഅലി, ഫിഅൽ സംഭവിച്ച കാരണത്തെ വ്യക്തമാക്കുന്ന ഇതിനാണ് എന്ത് പറയുക? മഫ്ഊൽ ലഹു എന്ന് പറയാം. അല്ലതി, എങ്ങനത്തേതായ? ഖബ്ലഹു, അവിടെ ഖബ്ലഹു എന്നല്ല ഖബ്ലഹ എന്നാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ളത്. അപ്പോൾ അവിടെ ഖബ്ലഹ എന്ന് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തത് യുൻസബുൽ മഫ്ഊലുൻ ലഹു, 2 ബൈത്തുകളാണ് കൊടുത്തത്. യുൻസബു മഫ്ഊലുൻ ലഹുൽ മസ്ദറു ഇൻ അബാന തഗ്ലീലൻ കജുദ് ശുക്രൻ വദിൻ എന്നുള്ളതാണ് അവിടെ പൂർത്തിയാക്കി എഴുതാനുള്ളത്. നാലാമത്തത് അൽ ലർഫു വക്തുൻ ഔ മകാൻ ളുമ്മിന ഫി ബിത്തിറാദിൻ കഹുന കുസ് അസ്മുന എന്നാണ്. ഇനി മൂന്നാമത്തെ ഭാഗം നുമയ്യിസു. അപ്പോൾ താഴെ ആ ബ്രാക്കറ്റിൽ കുറേ ഹർഫുകൾ കൊടുത്തിട്ടുണ്ട്.
കുറേ ഹർഫുകൾ. അതിൽ ഹുറൂഫുൽ ആത്തിഫ് വേർതിരിച്ചെഴുതാനാണ്. നമ്മൾ ഹുറൂഫുൽ ആത്തിഫ് അഥവാ ആത്തിഫ് എന്ന് പറഞ്ഞിട്ട് 10 ഹർഫുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ആ 10 ഹർഫുകളിൽപ്പെട്ട കുറച്ച് ഹർഫുകൾ ആ ഒരു ബ്രാക്കറ്റിലുണ്ട്. അത് മാത്രം എടുത്തെഴുതുക. ഒന്നാമത്തത് ഹുറൂഫുൽ ആത്തിഫി ഔ, ബൽ, ഫാഉൻ, വാവുൻ, സുമ്മ, അം, ഹത്ത. അപ്പം ഈ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി കൊടുക്കുക. ഓരോന്നിനും ഓരോ മാർക്കാണ്. അപ്പോൾ 7 എണ്ണമാണ് അവിടെ ഹുറൂഫുൽ ആത്തിഫായിട്ട് വരുന്നത്. അത് 7 എണ്ണം എടുത്ത് എഴുതി കൊടുക്കുക. ഇനി നുജീബു, നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തെ മഫ്ഊലുൽ മുത്ലഖ് മാഹുവ മസ്ദറുൻ. മഫ്ഊൽ മുത്ലഖ് മസ്ദറുൻ ദുഖിറ ബഅദ ഫിഅലി ലി ബയാനി നൗഇൽ ഫിഅലി ഔ തൗക്കീദിൽ ഫിഅലി ഔ ലി ബയാനി അദദിഹി. അതാണ് മഫ്ഊൽ മുത്ലഖ് മസ്ദറാണ്. ദുഖിറ പറയപ്പെട്ടു, ബഅദ ഫിഅലിഹി ഫിഅലിന്റെ ശേഷം, അതിന്റെ ഫിഅലിന്റെ ശേഷം പറയപ്പെട്ടു. ഏതൊക്കെ? ലി ബയാനി നൗഇൽ ഫിഅലി ഫിഅലിന്റെ ഇനത്തെ വിശദീകരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ തൗക്കീദുൽ ഫിഅൽ എന്ന് ഫിഅൽ ഊന്നി പറയാം അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിലോ ഔ ലി ബയാനി അദദിഹി അതിന്റെ എണ്ണത്തെ വിശദീകരിക്കുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് വന്നാലാണ് എന്ത് പറയാ? മഫ്ഊൽ മുത്ലഖ് എന്ന് പറയാം. രണ്ടാമത്തെ അൽ മഫ്ഊലു ഫീഹി മഹുവ. മഫ്ഊൽ ഫീഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്മുൻ യദുല്ലു അലാ സമാനി വുഖൂഇൽ ഫിഅലി ഔ മക്കാനിഹി. ഇസ്മുൻ അതൊരു ഇസ്മാണ്. യദുല്ലു അറിയിക്കും, അലാ സമാനി ഒരു കാലത്തിന്റെ മേൽ, വുഖൂൽ ഫിഅൽ സംഭവിച്ച കാലത്തിന്റെ മേൽ അറിയിക്കുന്ന ഇസ്മിനാണ് എന്ത് പറയാ? മഫ്ഊലുൻ ഫീഹി എന്ന് പറയാം. അല്ലെങ്കിലോ ഔ മക്കാനിഹി അല്ലെങ്കിൽ പ്രവൃത്തി സംഭവിച്ച കാലത്തിന്റെ മേൽ അറിയിക്കുന്നതിന് എന്ത് പറയും? മഫ്ഊലുൻ ഫീഹി എന്ന് പറയും. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇസ്മുൻ യദുല്ലു അലാ സമാനി വുഖൂഇൽ ഫിഅലി ഔ മക്കാനി. ഫിഅൽ പ്രവൃത്തി സംഭവിച്ച കാലത്തിന്റെയോ സ്ഥലത്തിന്റെയോ മേൽ അറിയിക്കുന്നതിനാണ് എന്ത് പറയാ? മഫ്ഊലുൻ ഫീഹി എന്ന് പറയാം. ഇനി അടുത്തത് നായിബ് ഫായിൽ. മൂന്നാമത്തത് നായിബ് ഫായിൽ മാഹുവ. നായിബ് ഫായിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇദാ കാനൽ ഫീലു മജ്ഹൂലൻ. അപ്പം ആ ഫീൽ എന്തായിരിക്കും? ഇദാ കാനൽ ഫീലു ഒരു ഫീൽ ആയാൽ മജ്ഹൂൽ ആയി കഴിഞ്ഞാൽ യുഖാലു മഫ്ഊലൻ ബിഹി. യുഖാലു പറയപ്പെടും മഫ്ഊലൻ ബിഹി. എങ്ങനെയുള്ള മഫ്ഊലൻ ബിഹിയാണ്? മർഫൂഅൻ റഫ് ചെയ്യപ്പെട്ട. മഖാമൽ ഫായിലിന്റെ സ്ഥാനത്തായിരിക്കും ആ മഫ്ഊൽ ബിഹി ഉണ്ടാവുക. യുഖാലു ലഹു നായിബ് ഫായിൽ. അതിന് പറയുന്ന പേരാണ് എന്ത്? നായിബ് ഫായിൽ എന്നുള്ളത്. നാലാമത്തത് കൈഫ യുജാലുൽ ഫിഅലുൽ മാദി മഅറൂഫൻ മജ്ഹൂലൻ. കൈഫ എങ്ങനെയാണ്? യുജാലു ആക്കപ്പെടുക, അൽ ഫിഅലു ഫിഅലുൽ മാദി മഅറൂഫ് ആയിട്ടുള്ള ഫിഅലിനെ എങ്ങനെയാണ് ആക്കപ്പെടുക? മജ്ഹൂൽ. അപ്പോൾ മാദി മഅറൂഫ് ആയിട്ടുള്ള ഒരു ഫിഅലിനെ എങ്ങനെയാണ് മജ്ഹൂലാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന്റെ ഉത്തരം ഉമ്മ ഫാ അൽ ഫിഅലി വക്സിർ മാ ഖബ്ലൽ ആഖിറ. ഫാ ഫിഅലിന് ദമ്മ് കൊടുക്കുക, അവസാനത്തിന് മുമ്പുള്ളതിന് കസ്റും കൊടുക്കുക. ഇനി അടുത്തത് അഞ്ചാമത്തെ ഭാഗം നുകമ്മിലു ബിൽ മുനാസിബി മിനൽ ഹുറൂഫിൽ അത്തുഫി. അപ്പോൾ ആത്തിഫ് കൊടുത്തുകൊണ്ട് താഴെ കൊടുത്ത 5 ഉദാഹരണങ്ങൾ പൂർത്തിയാക്കാനാണ് പറയുന്നത്. ഖദിമൽ ഹുജ്ജാജു ഹാജിമാർ വന്നു. ഹത്തൽ മുഷാത്തു അവിടെ ഹെത്ത എന്നാണ് വേണ്ടത്. ഹത്തൽ മുഷാത്തു എന്ന് പറഞ്ഞാൽ കാൽനടക്കാർ വരെ. രണ്ടാമത്തത് കുൻ ആലിമൻ ഔ മുത്തഅല്ലിമൻ. കുൻ നീ ആവുക ആലിമൻ ഒന്നെങ്കിൽ ഒരു ആലിമാവുക പണ്ഡിതനാവുക, ഔ അല്ലെങ്കിൽ മുത്തഅല്ലിമൻ ഒരു മുത്തഅല്ലിം വിദ്യാർത്ഥിയാവുക, ഇൽമു പഠിക്കുന്നവനാവുക. അപ്പോൾ അവിടെ ഔ എന്നുള്ളതാണ് വേണ്ടത്. മൂന്നാമത്തത് ഹൽ വാലിദുക താജിറുൻ അം സാരിഉൻ. ഹൽ ആണോ, വാലിദുക നിന്റെ പിതാവാണോ, താജിറുൻ കച്ചവടക്കാരനാണോ, ഔ സാരിഉൻ അല്ലെങ്കിൽ സാരിഉൻ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരനോ. അപ്പം നിന്റെ പിതാവ് കൃഷിക്കാരനോ കച്ചവടക്കാരനോ ആണോ? അപ്പോൾ അവിടെ അം എന്നുള്ളതാണ് വേണ്ടത്. നാലാമത്തത് തഅല്ലമൽ വലതുൽ ഖുർആന സുമ്മൽ ഹദീസ. അപ്പോൾ അവിടെ സുമ്മ എന്നാണ്. തഅല്ലമൽ വലതു കുട്ടി പഠിച്ചു, അൽ ഖുർആന ഖുർആനിനെ, സുമ്മ പിന്നെ അൽ ഹദീസ ഹദീസിനെയും. അഞ്ചാമത്തത് അവിടെ സുമ്മ എന്നാണ് വേണ്ടത്. അഞ്ചാമത്തത് ജാഅത്തിൽ ഉമ്മ വന്നു, ബലിൽ ജദ്ദത്തു അല്ല വല്യുമ്മ. അപ്പോൾ അവിടെ ബലി എന്നാണ് വേണ്ടത്. ഇനി അവസാനത്തെ ഭാഗമാണ് നുതർജിമു. നളറ റജുലു അദുവ്വുഹു നളറത്തുൽ അളബി. അതിൻ്റെ ഉത്തരം അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് പുരുഷൻ തൻ്റെ ശത്രുവിനെ
ദേഷ്യത്തിൻ്റെ നോട്ടം നോക്കി എന്നുള്ളതാണ്. ദുആ വസിയത്തോടെ നിർത്തുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.